യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഈ വെള്ളിയാഴ്ച ദിവസം ഏറെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ അടുത്ത് എത്തിക്കുകയാണ്. ഒത്തിരി പ്രതീക്ഷയോടെ ആയിരിക്കാം. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന വചനത്തോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം ചിന്തിക്കുക. ഒരാൾ അല്പം വിമർശനത്തോടെ പറഞ്ഞു, മനുഷ്യൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണോ പ്രാർത്ഥിക്കുന്നത്? അല്പം വിമർശനാത്മകമായിട്ടാണത് പറഞ്ഞതെങ്കിലും ഞാനിങ്ങനെ ചിന്തിച്ചു, മനുഷ്യൻ ഒന്നുമല്ലേലും അവർക്കൊരാഗ്രഹം ഉണ്ടാകുമ്പം, ഒരു പ്രതിസന്ധി വരുമ്പം ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണല്ലോ അവർ ഇവിടെ വരാൻ തയ്യാറായത്, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായത്. അതവർക്ക് ദൈവാശ്രയത്വം ഉള്ളത് കൊണ്ടാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും തെളിയിക്കുന്നത് അവർ ദൈവത്തിലും ദൈവവചനത്തിലും ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു എന്നത് തന്നെയാണ്. ഇന്ന് നമുക്കൊത്തിരി പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, അനുഗ്രഹം, സൗഖ്യം കൈനീട്ടിയെടുക്കാൻ പാകത്തിന് അത് ഞങ്ങളുടെ അടുത്ത് ഇന്ന് എത്തിക്കണമേ. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമേ. ഓരോ കുടുംബങ്ങളെയും സഹായിക്കണമേ. ഓരോ കുടുംബങ്ങളെയും അങ്ങ് കൈപിടിച്ചു നടത്തണമേ. കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി കൊടുക്കണമേ. വചനം കേൾക്കുന്നവരെ സൗഖ്യമാക്കണമേ. വചനം കേൾക്കുന്നവരെ രക്ഷിക്കണമേ. ഇന്ന് നമ്മൾ കേൾക്കുന്ന ദൈവവചനം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 22-ാമത്തെ വാക്യമാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 22-ാമത്തെ വാക്യം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. ലഭിക്കുക തന്നെ ചെയ്യും. ഇതാണ് പ്രാർത്ഥനയുടെ ഫലം. പലർക്കും പ്രാർത്ഥനയുണ്ട്, പക്ഷെ പ്രാർത്ഥനയുടെ ഫലം അനുഭവിക്കാൻ കഴിയുന്നില്ല. അനുഭവിക്കാൻ പറ്റാത്തതിന് ഒന്ന് രണ്ട് കാരണമുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും വേണം. ഇത് രണ്ടും ഒരുമിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയുടെ ഫലം കിട്ടുക. ഹൃദയത്തിൽ ശങ്കിക്കാതെ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന് നമുക്കറിയാം. നമുക്ക് വിശ്വാസമുണ്ട്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. എല്ലാം ശരിയാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കുന്നു സമയം. ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നു. നമ്മൾ അവിടുത്തെ രീതികളനുസരിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാം ഒരു അനുഗ്രഹമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ഉദാഹരണം, രോഗിയായൊരു വ്യക്തി സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു എന്നിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു, ത്യാഗമെടുത്തൊക്കെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത, നമ്മുടെ മനസ്സ് നമ്മളോട് പറയുവാണ്, ഇതൊന്നും സൗഖ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ എങ്ങനെ സൗഖ്യമാകാനാണ്? ഞാൻ ഈ രോഗം വന്ന് മരിച്ചു പോവുകയുള്ളൂ. ഈ രോഗം വന്നവരൊക്കെ മരിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമായിട്ട് രക്ഷപ്പെടുമോ? ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലം ഇപ്പുറത്ത് നഷ്ടപ്പെട്ടു പോകും.
ഇനി അഥവാ വേറൊരാൾ പ്രാർത്ഥിക്കുവാന്നിരിക്കട്ടെ, ഒരു വീട് മേടിക്കുന്ന ഇരിക്കട്ടെ, അവർ ചിന്തിക്കുക എനിക്കൊരു വീട് കിട്ടണം, ഒരു വീട് മേടിക്കാൻ പറ്റണം എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പുറത്ത് കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കുന്നു ഇതൊക്കെ ഇനി എങ്ങനെ നടക്കാനാ, ഇനി എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, ഇനി പിള്ളേരായിട്ട് വേണേ ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്നു. പ്രാർത്ഥനയുടെ ഫലം അങ്ങനെ ചിന്തിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകും. അതാണ് ആ വാക്ക്, ഹൃദയത്തിൽ ശങ്കിക്കാതെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കണം. ഹൃദയത്തെ ശങ്കിച്ചു പോവല്ലേ. കടമുള്ളവർ ചിന്തിക്കുക ഈ കട എങ്ങനെ വീട്ടാനാ, ഈ സ്ഥലം എങ്ങനെ വിൽക്കാനാ, വീട് എങ്ങനെ പണിയാനാ, ഈ പിള്ളേരെ എങ്ങനെ പഠിപ്പിക്കാനാ, ഈ കല്യാണം എങ്ങനെ നടത്താനാ. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ചേട്ടൻ, ഒരു സഹോദരൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഈ കെട്ടുപണിക്കൊക്കെ പോകുന്ന, കെട്ടിട നിർമ്മാണ ജോലിയിലൊക്കെ ഏർപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം സങ്കടത്തോടെ ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഈ വചനത്തിന് വേണ്ടി ഒരുങ്ങിയപ്പോൾ ഓർത്തു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വീട് വയ്ക്കാൻ നോക്കി, ഒരു ചെറിയ സ്ഥലമൊക്കെ മേടിച്ചു, കൊള്ളാവുന്നൊരു സ്ഥലമാണ്, വീട് വയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതി, പക്ഷേ എനിക്കിപ്പോൾ അത് പറ്റുന്നില്ല. ഇപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് ഇങ്ങനെയാ, എനിക്കിത്രയും വയസ്സായില്ലേ, ഇനി എന്നെക്കൊണ്ടൊന്നും വീട് വയ്ക്കാൻ ഒന്നും പറ്റിയല്ല, ഇനി പിള്ളേർക്കൊക്കെ ജോലി കിട്ടിയിട്ട് വേണേ വീട് വയ്ക്കട്ടെ. ഒരേ സമയം വീടിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഇപ്പുറത്ത് അതിനകത്ത് എന്തൊക്കെയോ അസ്വസ്ഥതകൾ. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഇതെങ്ങനെ നടക്കാനാ, ഇതെങ്ങനെ ശരിയാകാനാ. ഒരു സൈഡിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് ചിന്തിക്കല്ല്, അത് കഴിഞ്ഞിട്ട് ചിന്തിക്കല്ല്, ഇതെങ്ങനെ നടക്കാനാ. അങ്ങനെ ചിന്തിക്കുന്നതിനാ ഹൃദയത്തിൽ ശങ്ക, അസ്വസ്ഥത, സംശയം, ടെൻഷൻ. അങ്ങനെ ചിന്തിച്ചാൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലം നഷ്ടപ്പെട്ടു പോകും എന്ന് വേദപുസ്തകം, ദൈവവചനം പറയുന്നു. നമ്മളെങ്ങനെ പ്രാർത്ഥിക്കണം? പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കണം. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണിവിടെ. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ ഇരുന്ന് വചനം കേൾക്കുന്നവരുണ്ട്. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൽ ഓരോ പ്രാർത്ഥനകളെ ഓർക്കുവാണ്. കർത്താവേ, അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങളെ തന്നെ ഇന്ന് സമർപ്പിക്കുക. ഈ വചനത്തിലൂടെ ഇന്ന് ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാ നിങ്ങൾ പ്രാർത്ഥിച്ചത്, ആ പ്രാർത്ഥിച്ചത് ഇങ്ങനെ തന്നെ ഉറപ്പായും വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ. ലഭിക്കുക തന്നെ ചെയ്യും. ഹൃദയത്തിൽ ശങ്കിക്കാതെ ഞാനത് വിശ്വസിക്കുന്നു. ആ പരീക്ഷ പാസ്സാകുമെന്ന്, ആ കടം വീട്ടാൻ പറ്റുമെന്ന്, ആ ജോലി ലഭിക്കുമെന്ന്, പിള്ളേരുടെ കാര്യം അനുഗ്രഹമാകുമെന്ന്, വീടിൻ്റെ അവസ്ഥ മാറുമെന്ന്, രോഗം സൗഖ്യമാകുമെന്ന്, മക്കളുടെ സ്വഭാവ രൂപീകരണം നടക്കുമെന്ന്, കുടുംബം സന്തോഷത്തിലാകുമെന്ന്, വീട് അനുഗ്രഹമാകുമെന്ന് ഹൃദയത്തിൽ ശങ്കിക്കാതെ ഈ വചനം കേട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയുടെ നല്ല ആശീർവാദം ഈ കേട്ട വചനത്തിലൂടെ നമുക്ക് സ്വീകരിക്കാം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. എല്ലാ ദിവസവും വചനം കേൾക്കുന്ന ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും ഡെയിലി ബ്ലെസ്സിങ് വചനം എല്ലാവരും ഒരുമിച്ചിരുന്ന് കേൾക്കുന്ന ഒരാൾ പറയുവാണ്, പണ്ട് ഈ വീട്ടിലിരുന്ന് എന്താഗ്രഹിച്ചാലും നടക്കുകയില്ലായിരുന്നു. ഇപ്പോൾ ഈ വീട്ടിലിരുന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം നടന്നു കിട്ടുന്നുണ്ടെന്ന്. ആ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. എന്നും വചനം കേൾക്കുന്ന നിങ്ങളോട് പറയാം, നിങ്ങൾ ആ വീട്ടിലിരുന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും. വീടിൻ്റെ മേൽ നിലനിൽക്കുന്ന ശാപവും ദോഷവും എല്ലാം മാറും. ഈ പ്രാർത്ഥനയെന്ന് പ്രാർത്ഥിച്ച് ഒരു ദോഷവും എനിക്ക് വരില്ല, ഒരു തിന്മയും എനിക്ക് വരില്ല, ഒരു അനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുകയുമില്ല. എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം, ചതികൾ, വഞ്ചന, നിരാശ എന്നെല്ലാം ഞങ്ങളെ സംരക്ഷിക്കണമേ. അസൂയോടെ വിദ്വേഷത്തോടെ പെരുമാറുന്നവരിൽ നിന്ന് പ്രവൃത്തികളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. മന്ത്രവാദ കൂടോത്ര ക്ഷുദ്ര പ്രയോഗങ്ങൾ ഞങ്ങളെ സൂക്ഷിക്കണമേ. സന്തോഷവും സമാധാനവും ആരോഗ്യമുള്ള ശരീരവും ഞങ്ങൾക്ക് തരണമേ. സന്തോഷമുള്ള ജീവിതം, പ്രതീക്ഷയുള്ള ജീവിതം തരണമേ. പരസ്പര സന്തോഷത്തോടെ ജീവിക്കാൻ ഇടയാകണമേ.
കൂട്ടായ്മ വർദ്ധിക്കണമേ, വിശ്വാസം വർദ്ധിക്കണമേ. യേശുവിൻ നാമത്തിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ 1 വയസ്സുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വരെയുള്ള എല്ലാവർക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ മാത്രമല്ല, അവർക്കൊരു നല്ലൊരു ജീവിതം, ഒരു നല്ല നാളേക്ക് വേണ്ടി, ഒരു നല്ല നന്മയുണ്ടാകാൻ, മക്കളോട് അനുഗ്രഹിക്കപ്പെടാൻ. ഒരുപാട് കുടുംബങ്ങൾ മക്കളാൽ വേദനിക്കുന്നു, മക്കളാൽ വഴിതെറ്റി പോകുന്നു. മക്കൾ സൽസ്വഭാവികളല്ല, അവർ മദ്യത്തിനും മയക്കുമരുന്ന് ലഹരിക്കും അടിമകളാണ്. പല കുടുംബത്തിലും സ്വസ്ഥതയില്ല. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഒരുപാട് പേർ മാനസാന്തരപ്പെട്ടു വരാൻ. 2, ഇനിയുള്ള ആരും ഈ ഒരു രീതിയിൽ തകർന്നു പോകാതിരിക്കാൻ, അവർക്ക് അനുഗ്രഹമുള്ളൊരു ജീവിതം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന, അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കുന്ന 15 ദിവസങ്ങളാണ്. നിങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾക്കിങ്ങനെ ഇതൊക്കെ നല്ലതായിട്ട് തോന്നുവാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയൊക്കെ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ പ്രാർത്ഥിക്കുക. ഉണ്ടെങ്കിൽ അയച്ചു തരിക. അതിൽ പിൻ ചെയ്ത് അവരുടെ ഫോട്ടോയും അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളും പ്രാർത്ഥനകളും നിയോഗങ്ങളും എഴുതി അയയ്ക്കുക, പോസ്റ്റിൽ അയയ്ക്കുക. ഞങ്ങൾ ഈ ആലയത്തിൽ എല്ലാ ദിവസവും വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ ആലയത്തിൽ, ഈ അൾത്താറിൽ തന്നെ അവരുടെ പേരുകൾ ഫോട്ടോയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. എന്തിനെന്ന് ചോദിച്ചാൽ, അതൊരു വിശ്വാസമാണ്. എന്നും പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ അവർ അനുഗ്രഹമാകുമെന്ന ഹൃദയത്തിൽ ശങ്കിക്കാതെയുള്ളൊരു വിശ്വാസം. നിർബന്ധമായി എല്ലാവരും ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. നിങ്ങളുടെ മനസ്സിൽ നല്ലതാണെന്ന് തോന്നിയാൽ, നിങ്ങൾക്കിത് അനുഗ്രഹമാണെന്ന് തോന്നിയാൽ നിങ്ങളത് സ്വീകരിക്കുക. പരമാവധി ആളുകളോട് പറയുക. എഴുതി അയച്ചു തന്നില്ലേലും നിങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥിക്കണം. മക്കളെ കൂടെ ഈ വചനങ്ങൾ കേൾപ്പിക്കണം. അവരുടെ പേരുകൾ പറയണം, മനസ്സിൽ പറയണം, പറഞ്ഞ് പ്രാർത്ഥിക്കണം. സാധ്യമായ എല്ലാവർക്കും ഷെയർ ചെയ്യണം, അയച്ചു കൊടുക്കണം. ഈ വചനമൊക്കെ ആരുടെയൊക്കെയോ ജീവിതങ്ങൾക്ക് പ്രതീക്ഷയായും ഉത്തരമായും ഒക്കെ മാറും. നമ്മളിലൂടെ ഒരു സന്തോഷം ഒരാൾ അനുഭവിക്കാനിടയാകട്ടെ. നാളെ ശനിയാഴ്ച 5:30 ഒരുമിച്ച് കാണണം. ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.